ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയ പഠനം നമ്മൾ തുടരുകയാണ്. നമ്മൾ 9ാമത്തെ ദശകത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത ശ്ലോകത്തിലേക്ക് സ്വാഗതം. ബ്രഹ്മദേവന്റെ പാത്മകൽപ്പത്തിലെ ജനനവും അതിനുശേഷം ഉള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ദശകത്തിൽ കാണുന്നത്. 1ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭിയിൽ ഉയർന്നു വന്ന താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് എവിടെ നിന്നാണ് ഈ പത്മം ഉയർന്നു വന്നത് എന്നറിയാനുള്ള താല്പര്യത്തിൽ ചുറ്റുപാടും നോക്കുകയും 4 മുഖങ്ങളുള്ളവനായി തീരുകയും അങ്ങനെ ആ പത്മത്തിൽ ഇരിക്കുന്ന പത്മസംഭവന്റെ 8 കണ്ണുകൾ ഒരു താമരപ്പൂ പോലെ ആയി തീർന്നു എന്നും നമ്മൾ കണ്ടു. അടുത്ത ശ്ലോകത്തിൽ ബ്രഹ്മദേവന്റെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ്. ബ്രഹ്മദേവന്റെ അന്വേഷണമാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഞാനൊന്ന് ശ്ലോകം ചൊല്ലിത്തരാം, കേട്ടു നോക്കുക. മഹാർണവ വിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. മഹാർണവ വിഘൂർണിതം കമലം ഏവ തത് കേവലം വിലോക്യ തത് ഉപാശ്രയം തവ തനും തു ന ആലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായഃ ഹി അഹം കുതഃ സ്വിദ് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്. ബ്രഹ്മദേവന്റെ ചിന്തയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ബ്രഹ്മദേവൻ ചിന്തിക്കുന്നത്? മഹാർണവ വിഘൂർണിതം. മഹാർണവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മഹാസാഗരം. ഈ മഹാസാഗരത്ത് മഹാർണവ വിഘൂർണിതം ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേവലം തത് കമലം ഏവ വിലോക്യ. കേവലം തത് കമലം, ആ താമരപ്പൂവിനെ എന്താ ചെയ്യുന്നത്? കമലം ഏവ വിലോക്യ, ആ താമരപ്പൂവിനെ മാത്രം കണ്ടിട്ട്, ഈ മഹാർണവത്തില് ഇളകിക്കൊണ്ടിരിക്കുന്ന ആ താമരപ്പൂവിനെ മാത്രമാണ് ബ്രഹ്മദേവൻ കാണുന്നത്. താൻ കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് ആ കടലില് താൻ ഇരിക്കുന്ന താമരപ്പൂവ് മാത്രമാണ്. അത് വിഘൂർണിതം, മഹാർണവ വിഘൂർണിതം, അതിലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ താമരപ്പൂവിനെയാണ്, അത് മാത്രമാണ് കാണുന്നത്. അത് കണ്ടിട്ട് തത് ഉപാശ്രയം തവ തനും ന ആലോകയൻ. തത് ഉപാശ്രയം, അതിന്, ആ താമരപ്പൂവിന് ഉപാശ്രയമായിട്ടുള്ള, അതായത് അതിന് ആധാരമായിട്ടുള്ള ഭഗവാന്റെ ശരീരം ഒന്നും അവിടെ കാണുന്നില്ല. തതുപാശ്രയം തവ തനും ന ആലോകയൻ, തവ തനും ന ആലോകയൻ, അങ്ങയുടെ നിന്തിരുവടികളുടെ ആ ശരീരത്തെ കാണാഞ്ഞിട്ട്. കാരണം അത് മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ എന്തൊക്കെയുണ്ട് ഇപ്പോ? ഒന്ന്, കാരണജലമുണ്ട്, ആ സാഗരമുണ്ട്, ആ സാഗരത്തിൽ ഭഗവാനുണ്ട്,
സാക്ഷാൽ നാരായണനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്. ആ നാരായണന്റെ നാഭിയിൽ നിന്ന് വന്ന പത്മമുണ്ട്. ആ പത്മത്തില് ബ്രഹ്മദേവനുണ്ട്. ഇത്രയും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോ സാഗരം ബ്രഹ്മദേവൻ കാണുന്നുണ്ട്, അതില് ഉയർന്നു നിൽക്കുന്ന താമര കാണുന്നുണ്ട്, അതിലിരിക്കുന്ന താനുമുണ്ട് എന്ന് അറിയുന്നുണ്ട്. പക്ഷെ ഈ താമര എവിടെ നിന്ന് വന്നു, അതിന്റെ ആധാരം എന്താണ് എന്നുള്ള ചിന്ത മനസ്സിൽ വരികയാണ്. അപ്പൊ ബ്രഹ്മദേവന് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സംശയത്തിലായിരിക്കില്ല നോക്കുന്നുണ്ടാവുക. ഇതിന്റെ ആധാരം എന്താണെന്ന് അറിയില്ല. അതിന്റെ ആധാരം നമുക്കറിയാം ഭഗവാനാണെന്ന്. ആ ഭഗവാനെ അവിടെ കാണുന്നില്ല. അപ്പൊ ഈ ആധാരം എന്താണെന്ന് അന്വേഷിക്കണം. മഹതി കമലോദരേ, ഈ വലിയ താമരപ്പൂവില്, മഹതി കമലോദരെ, അതിന്റെ ഉദരത്തില്, കമലോദരെ അതായത് ഈ വലിയ താമരപ്പൂവിന്റെ ഉദരത്തില്, നിസ്സഹായ ഏഷ അഹം, നിസ്സഹായനായിരിക്കുന്ന ഈ ഞാൻ, ഒന്നുമില്ലല്ലേ, ഒന്നും ചെയ്യാനില്ല, ചുറ്റും കാരണജലം, സമുദ്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതില് നിസ്സഹായനായിട്ട് ഈ താമരപ്പൂവിന്റെ ഉദരത്തില് ഇരിക്കുന്ന കഹ ഹി, ഞാൻ ആരായിരിക്കും? നിസ്സഹായനായിരിക്കുന്ന ഈ ഞാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആധാരം ആരാണെന്നൊന്നും കാണുന്നില്ല. അപ്പോ ചോദ്യം, ഈ ഞാൻ ആരാണാവോ? അതാണ് ബ്രഹ്മദേവൻ ചോദിക്കുന്നത്. ഇതം അംബുജം കുതഃ സ്വിദ് സമജനി, ഈ അംബുജം, ഇതം അംബുജം കുതഃ സ്വിദ്, എവിടെ നിന്നായിരിക്കും സമജനി ജനിച്ചിരിക്കുന്നത്? ഇതി ചിന്താം അഗാതം, ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് മുഴുകിപ്പോയി ബ്രഹ്മദേവൻ. അപ്പൊ എന്താണ് കാണുന്നത്? മഹാർണവ വിഘൂർണിതം കമലം ഏതത് കേവലം വിലോക്യ, ഈ മഹാർണവത്തില് ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ താമര മാത്രം കണ്ടിട്ട്, തത് ഉപാശ്രയം തവ തനും തു ന ആലോകയം, അതിന് ആധാരമായിട്ടുള്ള നിന്ദ്രവടികളുടെ തനുവിനെ, ആ ശരീരത്തെ കാണാത്തത് കൊണ്ടും, കഹ ഏഷ കമലോദരേ മഹതി നിസ്സഹായ ഹി അഹം, ആരാണ് ഈ നിസ്സഹായനായിട്ട് ഈ കമലത്തിന്റെ ഉദരത്തിലിരിക്കുന്ന ഞാൻ എന്നും, കുതഃ സ്വിദ് ഇദം അംബുജം സമജനി ഇതി ചിന്താം അഗാത്, എവിടെ നിന്നായിരിക്കും ഈ താമരപ്പൂവ് ജനിച്ചിട്ടുണ്ടാവുക എന്നുമായിട്ടുള്ള, താനാരാണെന്നും ഈ താമരപ്പൂവിലിരിക്കുന്ന താനാരാണെന്നും ഈ താമരപ്പൂവ് തന്നെ എവിടെ നിന്നായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, എവിടെ നിന്നായിരിക്കും ഉദ്ഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയിലേക്ക് ബ്രഹ്മദേവൻ മുഴുകിയിരുന്നു. സ്വയം ആരാണ് എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിന് ഉത്തരമായിട്ട്, ഞാൻ എൻ്റെ ഈ ശരീരമാണ്, എൻ്റെ ഈ മനസ്സാണ്, എൻ്റെ ഇന്ദ്രിയങ്ങളാണ്, എൻ്റെ അവയവങ്ങളാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. അതൊക്കെ എൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. ഞാൻ എന്നുള്ളത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ആധ്യാത്മികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യമാണ് ബ്രഹ്മദേവനിൽ ഉയർന്നിരിക്കുന്നത്. ഞാൻ ആരാണ്? ആ ചോദ്യം നമ്മളിലൊക്കെ ഉണ്ടായിരിക്കും. ആ ചോദ്യത്തെ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ശ്രമിക്കണം. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്നായിരിക്കണം ഭഗവാനിലേക്ക് നമ്മൾ പോകേണ്ടത്. ഭഗവാനെ, ഞാൻ ആരാണ് എന്ന് ഭഗവാനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകണം. ബ്രഹ്മദേവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഭഗവാൻ അന്വേഷിച്ചു പോവാണ്. അവിടെ ഭഗവാൻ ഉണ്ടെന്ന് ബ്രഹ്മദേവന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരാൾക്ക് ഭഗവാൻ ആരാണ്, ഭഗവാൻ അവിടെ ഉണ്ട് എന്നൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഭഗവാനിൽ എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം വേണ്ടത് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക. ആരാണ് നീ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇന്ന അച്ഛൻ്റെ, ഇന്ന അമ്മയുടെ എത്രാമത്തെ മകനായിട്ട് ജനിച്ച ഇന്ന ആളാണ് ഞാൻ എന്ന് പറയും. ആണോ? എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം ചോദിക്കും. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നോ? ആണോ? എങ്ങനെ അവിടെ എത്തി? അതിന് കാരണമായിട്ടുള്ള അണ്ടവും ബീജവും എവിടെ നിന്ന് വന്നു? അവരുടെ ശരീരത്തിൽ നിന്ന് വന്നുവെങ്കിൽ അത് എവിടെ നിന്ന് ഉദ്ഭവിച്ചു?
ഇങ്ങനെ നമുക്കും ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മളോട്. ഓരോന്നും അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാവുക. അതാണ് ബ്രഹ്മദേവനിൽ ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംശയം നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ചുറ്റിലും നിലനിൽക്കുന്ന ഈ സൃഷ്ടി മുഴുവൻ എവിടെ നിന്നുണ്ടായി, അതിലിരിക്കുന്ന ഈ ഞാൻ എവിടെ നിന്ന് വന്നു, ആരാണ് ഞാൻ എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടട്ടെ. നമ്മളോട് തന്നെ ഇടയ്ക്ക് ചോദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മദേവൻ പോലും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടു മുന്നേയും സത്യലോകത്തില് ബ്രഹ്മദേവൻ ജനിച്ചപ്പോഴും ബ്രഹ്മദേവൻ ഇതേ അന്വേഷണമാണ് നടത്തുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, ആരാണ് ഞാൻ, എന്താണ് എൻ്റെ കർത്തവ്യം എന്നൊക്കെ ചിന്തിച്ച് ധ്യാനനിരതനായിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ അശരീരി ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും ബ്രഹ്മദേവൻ അത് തന്നെയാണ് ചെയ്യുന്നത്, അന്വേഷിക്കുകയാണ് ഞാൻ ആര്. അവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ ഇവിടെയും ശ്രമിക്കും. നമുക്ക് അതിലേക്ക് കടക്കാം. ഞാൻ ആദ്യം ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലി പഠിക്കുക. മഹാർണവ വിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ ക ഏഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. അപ്പോൾ ബ്രഹ്മാവിന്റെ ഉള്ളില് ഞാനിവിടെ ഉണ്ടെങ്കിൽ, ഞാനിരിക്കുന്ന ഈ താമരപ്പൂവ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇത് മുഴുവൻ നിമഗ്നമായിരിക്കുന്ന, ഇളകി മറിയുന്ന ഈ സാഗരം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് കാരണമായിട്ടെന്തോ ഉണ്ട്. അത് ബ്രഹ്മദേവന് ഉറപ്പുണ്ട്. ആ കാരണം എന്താണെന്നുള്ളതാണ് അന്വേഷണം. അത് അന്വേഷണം മുന്നോട്ട് പോകട്ടെ. നമുക്കും നമ്മൾ ഇരിക്കുന്ന ഈ താമര, ഈ പ്രപഞ്ചമാകുന്ന താമര എവിടെ നിന്നൊക്കെ വന്നതാണ് എന്ന് അന്വേഷിക്കാൻ കഴിവുണ്ടാവട്ടെ. അതാണ് ശാസ്ത്രം എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ആധ്യാത്മികതയിലൂടെ അന്വേഷിക്കുന്നതും ആധുനിക ശാസ്ത്രവും അന്വേഷിക്കുന്നു അത് തന്നെയാണ്. ഇതൊക്കെ എവിടെ നിന്ന് ഉത്ഭവിച്ചു, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ എന്താണ്, ആരാണ്, എവിടെ നിന്നാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഇത് അന്വേഷിക്കാനുള്ള കഴിവ് നമ്മൾ മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട്. സകല ജീവജാലങ്ങൾക്കും ഈ കഴിവ് കൊടുത്തിട്ടില്ല ഭഗവാൻ. മനുഷ്യന് ഇത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിക്കാൻ നമുക്ക് ഈ ജീവിതത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യ ജീവിതം അർത്ഥവത്താകുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ ചിന്തിച്ചതുപോലെ നമുക്കും ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും എന്ന് പറയുന്നില്ലേ. എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഭഗവാൻ അർജുനോട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അർജുന, ഇത് നീ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ്. എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അതിന് വിമർശയേതത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു, എന്നിട്ട് നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റാരോട് ചോദിച്ചാലും ഈ ഞാൻ ആരാണ് എന്നുള്ള തത്വം അറിയാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ അന്വേഷിക്കണം. ആ അന്വേഷണം ബ്രഹ്മദേവൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കും കൂടെ തുടങ്ങാം. നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണാം, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ.